അങ്ങനെ ആദർശിൻ്റെയും നയനയുടെയും ഹണിമൂൺ വിശേഷങ്ങൾ പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിയത്. അങ്ങനെ ആദർശും നയനയും ഹണിമൂൺ ആഘോഷത്തിലാണ്. അങ്ങനെ അവരുടെ ദാമ്പത്യ ജീവിതവും കൂടിച്ചേരലും അവിടെ തുടങ്ങുകയായി. അങ്ങനെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. ദേവയാനിയുടെ ഫോൺ കോൾ കേട്ടിട്ടാണ് ആദർശ് ഞെട്ടി ഉണരുന്നത്. എന്നിട്ട് പിന്നെ ദേവയാനി ഫോണിൽ സംസാരിച്ച് വിശേഷങ്ങളെല്ലാം അറിയുന്നുണ്ട്. ശേഷം നിൻ്റെ ഭാര്യ ഇവിടെ, അവളവിടെ സ്വാതന്ത്ര്യം കിട്ടിയ പോലെ അടിച്ച് പൊളിക്കുകയായിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, അവൾ കുളിക്കുകയാണമ്മേ, അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞിരുന്നു. അമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തൊക്കെയോ നേർച്ച ചെയ്യണമെന്നും പറഞ്ഞിരുന്നു. ഈ സമയം ദേവയാനി പറയുന്നുണ്ട്, ഓ എൻ്റെ പേരിലൊന്നും ആരും നേർച്ചയൊന്നും ചെയ്യണ്ട, അവൾക്ക് വേണ്ടി ചെയ്യാൻ പറ, അവൾക്കല്ലേ എന്തൊക്കെയോ വയ്യായ്കയുണ്ടെന്ന് പറഞ്ഞേ, എൻ്റെ പേരിൽ ചെയ്യാനേ എനിക്കറിയാം, അവളോട് അങ്ങനെ പറഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആദർശിൻ്റെ അടുത്ത്. പക്ഷേ ദേവയാനി ഇങ്ങനെ പറയുന്നത് ഒന്ന് ചിരിച്ചോണ്ടായിരിക്കേ, പക്ഷേ ഫോണിൽ ആദർശിനതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും ശരിക്കും മനസ്സിൽ ഭയങ്കര സന്തോഷമാവാണ് നയന അവർക്ക് വേണ്ടി നേർച്ചയൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ. ആദർശാണെങ്കിലും ആ ശരി അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയായിരിക്കെ, ഞങ്ങൾ എന്തായാലും അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. അത് കഴിഞ്ഞ് ആദർശ് നയനയെ നോക്കുമ്പോൾ നയനയാണെങ്കിൽ ഭയങ്കര ഛർദിയാകും. അത് കാണുമ്പോൾ ആദർശിന് ഭയങ്കര ടെൻഷനാകുന്നുണ്ടോ, എന്ത് പറ്റി എന്ന് പെട്ടെന്ന് ഇപ്പോൾ ഛർദി എന്താണെന്നൊക്കെ പറഞ്ഞ് നയനയെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്ത് പറ്റി നയന എന്നൊക്കെ ചോദിച്ച്. അപ്പം നയനയാണെങ്കിലും പറയും, അത് ഞാൻ ഇന്നലെ കഴിച്ച ഫുഡ് എന്തോ ശരിയാകാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു, ഭയങ്കര ഛർദി. അപ്പോൾ ആദർശ് ഭയങ്കര പേടിയാവണം ഇത് കാണുമ്പോൾ. വാ നമുക്ക് വേഗം എന്തായാലും ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട ആദർശേട്ടാ, ഞാനിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഒന്നാമത് നിനക്ക് വയ്യാത്ത സമയമല്ലേ, അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്, നമുക്ക് വേഗം വാ ഡോക്ടറെ അടുത്ത് പോയി ഒന്ന് കാണിച്ചു നോക്കാം എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ ടെൻഷനൊന്നും ആകണ്ട, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, അത് ഭക്ഷണം കഴിച്ചതിൻ്റെ എന്തോ ഒരു കുഴപ്പമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്. എന്തായാലും ആദർശേട്ടൻ ടെൻഷനൊന്നും ആവണ്ട, കുളി കഴിഞ്ഞ് നമുക്ക് എന്തായാലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം, നമ്മൾ അങ്ങനെയല്ലേ തീരുമാനിച്ചത്, ആ യാത്ര മുടക്കാൻ പാടില്ല, എനിക്ക് എന്തായാലും അമ്പലത്തിൽ പോയി മനസ്സ് തുറന്ന് നന്നായി ഒന്ന് പ്രാർത്ഥിക്കണം, അപ്പോൾ തന്നെ എൻ്റെ പകുതി അസുഖം മാറിക്കോളും ആദർശേട്ടാ, എന്തായാലും നമുക്ക് റെഡി ആയിട്ട് പോകാം എന്നിങ്ങനെ പറയും. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, നീ ഓക്കെ ആയി എന്ന് പറയുന്നത് സത്യമാണല്ലോ അല്ലേ? അതെ ആദർശേട്ടാ, ഞാൻ എന്തിനാ കള്ളം പറയുന്നത്, ഞാനിപ്പോൾ ശരിക്കും ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, എങ്കിൽ ശരി നീ വേഗം കുളിച്ച് റെഡിയാകുക, നമുക്ക് വേഗം അമ്പലത്തിൽ പോയി തൊഴുത് കഴിഞ്ഞ് വല്ല ജ്യൂസൊക്കെ കുടിക്കുക, എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കിയിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോവാം എന്നിങ്ങനെ പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് തറവാടാണ്. അവിടെ മുത്തശ്ശിയും മുത്തശ്ശനും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ദേവയാനി വരികയാണ്. ഈ സമയം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ആദർശ് വിളിച്ചായിരുന്നോ ദേവയാനി? അപ്പോൾ പറയുന്നുണ്ട്, ആ വിളിച്ചിരുന്നു, അവർ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അല്ലേലും അവൾ അങ്ങനെയാ, നയനമോൾ അമ്പലവും ദൈവവും കഴിഞ്ഞ് മറ്റെന്തെങ്കിലും ഉള്ളൂ അവൾക്ക്, ഏത് സന്തോഷ നിമിഷത്തിലും ദൈവത്തെ ഓർക്കാൻ എൻ്റെ നയനമോൾ മറക്കില്ല, അത്രയ്ക്ക് നന്മയുള്ളൊരു കുട്ടിയാണ് അവൾ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ദേവയാനിയോട് പറയുന്നുണ്ട്, നീ അവരെ യാത്ര പോകാൻ സമ്മതിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്, ഇങ്ങനൊരു യാത്ര അവർ ഏറെ നാളായിട്ട് ആഗ്രഹിച്ചതായിരുന്നു, ഇപ്പോഴെങ്കിലും അവർക്ക് പോകാൻ സാധിച്ചല്ലോ എന്നൊക്കെ പറയും. ഈ സമയമായിരിക്കും അവിടെ ജലജയും അനാമികയും വരുന്നത്. അപ്പോൾ ജലജയാണെങ്കിലും പറയുന്നുണ്ട്, എന്നാലും ഏടത്തേക്ക് ഇത് എന്ത് പറ്റി, നയനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ആളായിരുന്നു, ഇപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾക്ക് കൂട്ടു നിൽക്കുകയാണ്, എല്ലാം സാധിച്ചും കൊടുക്കുന്നുണ്ട്, എന്തായാലും എന്ത് പറ്റി ഏടത്തേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ജലജ. ഈ സമയം ദേവയാനി പറയുന്നുണ്ട്, ആളുകൾക്ക് മാറാൻ അധിക സമയമൊന്നും വേണ്ട ജലജെ. എന്നിട്ട് ദേവയാനി മുത്തശ്ശനെ നോക്കിയിട്ടൊന്ന് പറയുന്നുണ്ട്, അച്ഛൻ്റെ കാര്യം തന്നെ എടുത്തു നോക്ക്, അച്ഛന് അസുഖം വരുന്ന മുമ്പ് വരെ എല്ലാവരോടും എത്ര സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത്, ആ ഒരു നോട്ടം കൊണ്ട് തന്നെ എല്ലാവരും പേടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ടായിരുന്നു, അത് നിനക്ക് ഓർമ്മയില്ലേ? ഇപ്പം അങ്ങനെയാണോ അച്ഛൻ? അല്ലല്ലോ, അച്ഛൻ അസുഖം വന്നതിന് ശേഷം ആളാകെ മാറിപ്പോയി. അതുപോലെ തന്നെയാണ് എൻ്റെ അവസ്ഥയും. എനിക്ക് രോഗം വന്ന് മാറിയ ശേഷം ഇതെൻ്റെ രണ്ടാം ജന്മമാണ്. എൻ്റെ മകൻ്റെയും ഭർത്താവിൻ്റെയും ഈ കുടുംബത്തിൻ്റെയും സന്തോഷമാണ് എനിക്കും വലുത്. അതുകൊണ്ട് തന്നെ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യൂ, ന്യായത്തിൻ്റെ പക്ഷത്തെ ഞാൻ നിൽക്കൂ. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശനാണെങ്കിലും നല്ല സന്തോഷമാവുന്നുണ്ട്, മുത്തശ്ശിക്ക് നല്ല സന്തോഷമാവുന്നുണ്ടാവും. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ദേവയാനിയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ നീ ചെയ്യുന്നത് നിന്നെക്കൊണ്ട് ദൈവം ചെയ്യിക്കുന്നതാണ് മോളെ, ഇതാണ് ശരി, ഇതാണ് മോളെ ന്യായം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മുത്തശ്ശനാണെങ്കിൽ അവിടുന്ന് സ്റ്റെയർ കേസും കയറി പോവുകയാണ്.
ഇതെല്ലാം കേൾക്കുമ്പോൾ അനാമികയ്ക്കും ജലജയ്ക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല. അനാമികയാണെങ്കിൽ ദേഷ്യം വന്ന് അവിടുന്ന് പെട്ടെന്ന് പോകുകയാണ്. പിന്നെ അധിക സമയം അവിടെ നിൽക്കുന്നൊന്നും ഉണ്ടാവില്ല, കാരണം പറയാനൊന്നുമില്ല. അത് കഴിഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ ജലജയോട് പറയുന്നുണ്ട്, നീയും മാറാൻ നോക്ക് ജലജ, ഇനി സമയം വൈകിട്ടൊന്നുമില്ല, നല്ല കാര്യങ്ങൾ ചെയ്ത് നന്മയുടെ വഴി സ്വീകരിക്കും, നീയും നിൻ്റെ മകനെയും ഒന്ന് ന്യായത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരാൻ നോക്ക് ജലജെ എന്നൊക്കെ പറഞ്ഞ് ജലജയെ നോക്കി ഇങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ജലജയ്ക്ക് പിടിക്കോ? ഇല്ലല്ലോ. അപ്പോൾ ജലജയാണെങ്കിലും അവിടുന്ന് ദേഷ്യം വന്നിട്ട് ഇതൊന്നും ഇഷ്ടപ്പെടാണ്ട് അവിടുന്ന് പോകുമായിരിക്കും, ഒന്നും പറയുന്നൊന്നും ഉണ്ടാവില്ല മറുപടി. അതിനുശേഷം ദേവയാനി ആണെങ്കിൽ മനസ്സിൽ ഉറപ്പിക്കുകയാണ്, ഇനി ആർക്കും എൻ്റെ മനസ്സിൽ നിന്ന് നയനയെ പറിച്ചു മാറ്റാൻ കഴിയില്ല. അവളിപ്പോൾ എൻ്റെ സ്വന്തം മോളെപ്പോലെ തന്നെയാണ്, അല്ല എൻ്റെ സ്വന്തം മോള് തന്നെയാണ്, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ആകും എന്നിങ്ങനെ പറയുന്നുണ്ട്. ശേഷം ഒരു രാത്രി സമയമാണ് കാണിക്കുന്നത്. നയന തറവാട്ടിലുണ്ടാകും. നയനയാണെങ്കിൽ ഭയങ്കര ഛർദിയായിരിക്കേ. അപ്പോൾ ദേവയാനി ആണെങ്കിൽ നയനയുടെ പുറം ഇങ്ങനെ തിരുമ്മി കൊടുക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തു പറ്റി മോളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തിലായിരിക്കും നയനെ കെയർ ചെയ്യുന്നത്. നല്ല പോലെ പുറമൊക്കെ ഇങ്ങനെ തടവി കൊടുക്കുന്നൊക്കെ ഉണ്ടായിരിക്കും. നയനയ്ക്കാണെങ്കിൽ ഛർദി നിൽക്കുന്നേ ഉണ്ടാകില്ല, ഛർദിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവയാനി ആണെങ്കിൽ ഇങ്ങനെ തിരുമ്മി കൊടുക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് പിന്നെ നയന ഛർദിയൊക്കെ മാറിക്കഴിയുമ്പോൾ മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയ ശേഷം ഒന്ന് മുഖമൊക്കെ തുടച്ചിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല അമ്മേ, എനിക്ക് രാവിലെ മുതൽ തുടങ്ങിയതാണ് ഇങ്ങനെ ഓക്കാനം വരലും ഛർദിക്കലും, പിന്നെ ഭയങ്കര ക്ഷീണമുണ്ട്, എനിക്ക് നല്ല പോലെ തലയൊക്കെ കറങ്ങുന്നുണ്ട് എന്ന് പറയുമ്പോൾ ദേവയാനിക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ സന്തോഷമായിരിക്കും കേട്ടോ. മോള് പേടിക്കേണ്ട, ഇത് വേറൊന്നും അല്ല, സന്തോഷത്തിൻ്റെ കാരണമാണ്. മോൾ എന്തായാലും റൂമിൽ പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ നയനയ്ക്കാണെങ്കിൽ ഒരു നാണം വരുന്നുണ്ടാകെ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നാരങ്ങ വെള്ളം കുടിക്കാൻ കൊണ്ടുവരാം, മോൾ എന്തായാലും റൂമിലേക്ക് പോകും എന്ന് പറഞ്ഞ് റൂം വരെ കൊണ്ടാക്കി കൊടുക്കുകയാണ് നയനയെ ദേവയാനി. അങ്ങനെ നേരെ ദേവയാനി ചെല്ലുന്നത് ആദർശിൻ്റെ അടുത്തേക്കായിരിക്കും. എന്നിട്ട് ആദർശിൻ്റെ അടുത്താണെങ്കിലും സന്തോഷത്തിൽ ദേവയാനി പറയും, മോനെ ഞാനൊരു മുത്തശ്ശിയാവാൻ പോവാണ് എന്ന് കേൾക്കുമ്പോൾ ആദർശിനാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. ദേവയാനി ഈ സമയം ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒരു അച്ഛനാവാൻ പോവാടാ, നയനമോൾക്ക് വിശേഷമാണ് എന്ന് പറയുമ്പോൾ ആദർശ് ശരിക്കും ഒന്ന് ഞെട്ടുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല സന്തോഷം കൊണ്ട്. ആദർശാണെങ്കിൽ സന്തോഷത്തിൽ വീണ്ടും അമ്മയോട് ചോദിക്കുകയാണ്, സത്യമാണോ അമ്മയെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി ആണെങ്കിലും പറയും, അതേടാ ഞാൻ പറഞ്ഞത് സത്യമാണ്, നീ ഒരു അച്ഛനാവാനും പോവുകയാണ്, ഞാനൊരു മുത്തശ്ശിയാവാനും പോവുകയാണ് എന്നിങ്ങനെ കേൾക്കുമ്പോൾ ആദർശിന് ഭയങ്കര സന്തോഷമാവുകയാണ്. നീ എത്രയും പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ചെല്ല്, അവൾ തന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ നയനയുടെ വീട്ടിലും വിളിച്ച് അറിയിക്കുക ഈ ഒരു വാർത്ത. അവർക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകും. എന്തായാലും നീ പെട്ടെന്ന് ചെല്ല്, ഞാൻ എല്ലാവരും ഇവിടെ ചെന്ന് അറിയിക്കട്ടെ, ഈ ഒരു വാർത്ത എല്ലാവരും അറിയിക്കണം. അച്ഛനാണെങ്കിലും നിൻ്റെ മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിക്കാണെങ്കിലും എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ സന്തോഷമാവുമായിരിക്കും. എല്ലാവരും ഇതിനു വേണ്ടിയായിരുന്നല്ലോ ഇത്രയും നാൾ കാത്തിരുന്നത്. ഞാൻ എന്തായാലും അവരോട് ചെന്ന് പറയട്ടെ, നീ എത്രയും പെട്ടെന്ന് റൂമിലേക്ക് ചെല്ലു മോനെ എന്ന് പറഞ്ഞ് ദേവയാനി ആണെങ്കിലും സന്തോഷത്തിൽ അവിടുന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. അതേസമയം ആദർശാണെങ്കിൽ നയനയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് ചെയ്യുന്നത്.